പാർലമെൻറ്റ് സമ്മേളനം, പ്രത്യേകിച്ച് വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. ജൂലൈ മാസം 20-ാം തീയതി. ഒരുപിടി വലിയ വിഷയങ്ങളാണ്, രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പിടി വിഷയങ്ങളാണ് രംഗത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും അച്ചുതണ്ട് വിഷയമായ രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. നാളിതുവരെ BJP ആ രീതിയിൽ പ്രതിരോധത്തിൽ ആയിട്ടുമില്ല. രാമക്ഷേത്രം പരിപാവനമായ ഒരിടമായിട്ടാണ് ഹൈന്ദവ സമൂഹം കാണുന്നത്. അത് BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നത് വിമർശകർക്ക് പറയാം. പക്ഷെ സാധാരണ ജനം പറയുന്നത് രാമക്ഷേത്രം അവരുടെ ആശയായിരുന്നു, അഭിലാഷമായിരുന്നു. അത് നിറവേറി, അത് നടപ്പായി. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും എല്ലാം നിർലോഭമായ സഹകരണത്തോടെ ഒരു മാസ് മൂവ്മെൻ്റായി ഒരു ട്രസ്റ്റ് പണം ജനറേറ്റ് ചെയ്യുകയും സംസ്ഥാന ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത എന്നാൽ കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ള ഒരു ട്രസ്റ്റ് എന്ന നിലയിൽ VHPയുടെ നേതാക്കൾ ഉൾപ്പെടെ പങ്കാളിയായ ഒരു സംരംഭം അത് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു എന്നായിരുന്നു അടുത്ത സമയം വരെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ചിന്ത. പക്ഷെ ആ ചിന്തയുടെ മേൽ ടൺ കണക്കിന് വെള്ളമൊഴിച്ചുകൊണ്ടാണ്, കനൽ വാരിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഭണ്ഡാരപ്പെട്ടി വിവാദമുണ്ടായിരിക്കുന്നത്. വലിയ തോതിലാണ് പണം അടിച്ചു മാറ്റിയിരിക്കുന്നത്. ചമ്പത് റായ് നിയമിച്ചു എന്ന് കരുതപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ SBIയുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, കാണിക്കകൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ, അതുമാത്രമല്ല പ്രത്യേകമായി ട്രസ്റ്റ് നിയമിച്ച ആളുകൾ, അവരെല്ലാം തന്നെ ശർക്കരക്കുടത്തിൽ കൈയിട്ട് വാരി അത് വല്ലാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു. എത്ര മായ്ച്ചു കളഞ്ഞാലും മായാത്ത രീതിയിൽ ആ വിഷയം വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചൊളിച്ചു. കാരണം അവർ കൊടുത്ത സംഭാവനയാണ്, ഇത് സ്റ്റേറ്റ് ഫണ്ടിങ് അല്ല. അയോധ്യ സന്ദർശിക്കുന്ന ഓരോ വിശ്വാസിയും രാമക്ഷേത്രം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസ സമൂഹം ഇരച്ചെത്തി. ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നടവരവാണ് അവിടെ ഉണ്ടായത്. ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് തൊട്ട് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ 1 കോടി രൂപയിൽ കൂടുതൽ ഓരോ ദിവസവും വരവായി സംഭവിച്ചു. പക്ഷേ ശരാശരി വരവ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കാണ് ഓരോ ദിവസവുമുള്ള കാണിക്ക വരവ് തന്നെ. മറ്റ് വരവുകൾ അതിന് പുറമെയാണ്. വലിയ തോതിലുള്ള സ്വർണവും വെള്ളിയും ആഭരണങ്ങളും ഒക്കെ തന്നെ, വസ്തുവകളും ഒക്കെ തന്നെ രാമക്ഷേത്രത്തിനായി സംഭാവനാ രൂപത്തിൽ കടന്നു വരുന്നു. ഇതിന് പുറമെ ഇതെല്ലാം കൃത്യമായ കണക്കുകളോടെ അക്കൗണ്ട് ചെയ്ത് സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ ട്രസ്റ്റിന് എന്ന ചിന്ത വ്യാപകമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പണമാണ്, വിശ്വാസികളുടെ പണമാണ്, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന ചിന്തയുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാരല്ല, പ്രതിപക്ഷമല്ല, ഇപ്പോഴത്തെ ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വവും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതിന് BJP എന്ന് കൃത്യമായി പറയുന്നത് ശരിയല്ല, നരേന്ദ്രമോദിയെ മാത്രം ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതിലും ശരിയല്ല. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ അറിവോ സമ്മതമോ ഒന്നും ഉണ്ടായിരിക്കില്ല ഈ സംഭവത്തിൻ്റെ പിന്നിൽ. പക്ഷേ ഈ സ്കെയിലിലാണ് തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു പക്ഷേ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ലഭിച്ച, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സംഭാവനകൾ, അതിൻ്റെ കണക്കുകളിലും ഒരുപക്ഷെ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള സംസാരം അകത്ത് നിന്ന് തന്നെ വരും. ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നാണ്. ട്രസ്റ്റുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രതിപക്ഷമല്ല. പ്രതിപക്ഷം സമാജ്വാദി പാർട്ടി എന്ന ഉത്തർപ്രദേശിലെ പ്രതിപക്ഷവും കോൺഗ്രസ് എന്ന പ്രതിപക്ഷവും അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രം. ദുർബലമായ രീതിയിലാണ് കോൺഗ്രസ് ഇതുവരെ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല എന്നതാണ് സംസാരം. 10-ാം തീയതി വരും എന്നതാണ് കേൾവി. അറിയില്ല, ആർക്കും അറിയില്ല, കോൺഗ്രസ് നേതാക്കൾക്കും അറിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശാരീരിക സാന്നിധ്യം എവിടെ എന്നും അറിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും വലിയ വിഷയം വീണ് കിട്ടിയ പ്രതിപക്ഷത്തിന് ഇന്ത്യ മുന്നണി, അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ വീട് കിട്ടിയിരിക്കുന്ന വിഷയം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയമാണ്. 2, നീറ്റ് വിഷയം. കെടുകാര്യസ്ഥതയുടെയും അരാജകത്വത്തിൻ്റെയും മെല്ലപ്പോക്കിൻ്റെയും എല്ലാം മകുട ഉദാഹരണമാണ് നീറ്റും മറ്റു പരീക്ഷകളും. നടത്തിപ്പിൽ സംഭവിച്ച വലിയ പാളിച്ചകൾ, വിശ്വാസ്യത തന്നെ തകർന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഏജൻസീസിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്ന സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷം
വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ആരോപണമുന്നയിച്ച് കർശനമായ പ്രക്ഷോഭം നടത്തി കഠിനമായ രീതിയിൽ തെരുവിലിറങ്ങി ജെൻസിക്ക് വേണ്ടി, പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷം ചിതറി നിൽക്കുന്നു. ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴറി നിൽക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി എന്നുകൂടി ഓർക്കണം. അതുപോലെ മറ്റു വിഷയങ്ങൾ, അപ്പം എല്ലാ വിഷയങ്ങളും എണ്ണി പറയുന്നില്ല. ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ്. പാർലമെന്റ് വർഷകാല സമ്മേളനം 20-ാം തീയതി തുടങ്ങുമ്പോൾ വലിയ രീതിയിൽ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന ഒരു നിലയിലാണ്. പക്ഷേ അത് പൂർണ്ണമായി പൊളിറ്റിക്കൽ വിഷയങ്ങൾ പൂർണ്ണമായി ബാക്ക് ബേണറിൽ വെച്ചുകൊണ്ട് ഭരണഘടനാ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് രാജ്യത്തിന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും. അതിൻ്റെ ഭാഗമായിട്ടാണ് മിക്ക പ്രതിപക്ഷ കക്ഷികളിലും, ഇന്ത്യ മുന്നണി കക്ഷികളിലും പിളർപ്പുണ്ടാവുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ 20 പാർലമെന്റ് അംഗങ്ങൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു. നിയമസഭാ സാമാജികരിൽ 80 പേരെ വിജയിപ്പിച്ചെടുത്തതിൽ 60 പേരും മറുകണ്ഠം ചാടിയിരിക്കുന്നു. എന്തിന് NCPയുടെയും ശിവസേനയുടെയും, ഉദ്ധവ് ശിവസേനയുടെയും ഒക്കെ തന്നെ പല സാമാജികരും BJPയോട് ചേർന്ന് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി പോകണം, അല്ലെങ്കിൽ മറ്റ് കക്ഷികളിൽ ലയിക്കണം. ഉദ്ധവ് ശിവസേന ഒരുപക്ഷെ അതിൻ്റെ വലിയ നമ്പർ ആളുകൾ ഷിൻഡെ ശിവസേനയിൽ ലയിക്കണം എന്ന് പറയുന്നു. ശരത് പവാറിൻ്റെ പാർട്ടിയിലെ ആളുകൾ ഒരുപക്ഷെ അജിത് പവാറിൻ്റെ NCPയിലേക്ക് ലയിക്കണം എന്ന് പറയുന്നു. എങ്ങനെ വന്നാലും നേട്ടം, നമ്പേഴ്സ് ഗെയിമിൽ നേട്ടം BJPക്ക് തന്നെയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തന്നെയാണ്. അവർ 360 എന്ന മാജിക് നമ്പറിൽ എത്താൻ കാത്തു നിൽക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഇത് സൂചിപ്പിച്ചതുമാണ്. ആ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ പാർലമെന്റിൽ ഇന്ത്യ മുന്നണി തൊട്ട് കഴിഞ്ഞ സെഷനിൽ പുലർത്തിയ ആ ഒരു ചടുലത, ഐക്യം, അതായത് ഭരണഘടനാ ഭേദഗതി എതിർത്ത് തോൽപ്പിച്ചു. വനിതാ സംവരണത്തിൻ്റെ മറവിൽ ഡീലിമിറ്റേഷൻ, മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ പുനഃസംഘടിപ്പിക്കാനുള്ള ഡീലിമിറ്റേഷൻ അറ്റംപ്റ്റിനെ കൃത്യമായി എതിർത്ത് തോൽപ്പിച്ചു. 3-2 ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞു. ഇനി അതിന് കഴിയുമോ? അപ്പം ശ്രദ്ധ മുഴുവൻ തങ്ങളുടെ കൂടെയുള്ള സാമാജികരെ കൂടെ തന്നെ നിലനിർത്തുന്നതിനായി മാറുമ്പോൾ BJP ആക്രമിക്കാനുള്ള രാമക്ഷേത്രം എന്ന വടി, അല്ലെങ്കിൽ നീറ്റ് എന്ന വടി, ആ തേട്ടത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വരുമല്ലോ എന്ന ഒരു സന്ദേഹത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ. ഈ അന്ത്രാള അവസ്ഥയിൽ നിന്നുകൊണ്ട് എത്രത്തോളം കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കും പ്രതിപക്ഷത്തിന്? ഒരു കാര്യം ഉറപ്പാണ്, ഭരണഘടനാ ഭേദഗതി, BJP ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളിലെ ഭരണഘടനാ ഭേദഗതി. അതിൽ ഒന്ന് മണ്ഡലങ്ങളുടെ എണ്ണം, അത് ഡീലിമിറ്റേഷൻ, 1970കളിൽ നിന്നുപോയ ആ ഡീലിമിറ്റേഷൻ എക്സസൈസ് ഒന്ന് പൊടിതട്ടി എടുത്തുകൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരികയും 850-ഓളം അംഗങ്ങളുടെ വരികയും കേരളത്തിൽ 20-30 മാറുന്നു. തമിഴ്നാട്ടിൽ 39, ഒരുപക്ഷെ 50 മാറുന്നു. അങ്ങനെ ആ രീതിയിൽ ചെറിയ മാറ്റം, ഒരു 50% ഓരോ സംസ്ഥാനത്തിനും കൂടത്തക്ക രീതിയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ വലിയ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് ഇന്ത്യ മുന്നണിയുടെ അടിവേര് ഇളക്കാൻ ഇന്നത്തെ നിലയിൽ സാധിക്കും. കാരണം അവിടെയും നമ്പർ ഗെയിമിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, BJPക്ക് വലിയ വേരുകളുള്ള രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇവിടെയൊക്കെ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ഇപ്പോൾ ബംഗാളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിലയ്ക്ക് അവിടുത്തെയൊക്കെ സീറ്റുകൾ 50% വർദ്ധിക്കുകയാണ് എങ്കിൽ നമ്പേഴ്സ് ഗെയിമിൽ വലിയ അഡ്വാൻറ്റേജാണ്. സൗത്ത് ഇന്ത്യയുടെ വിലപേശൽ ശക്തി പരമാവധി കുറയും ദേശീയ ഒരു കണക്കിൽ നോക്കുമ്പോൾ. അപ്പോൾ അവിടെ DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അല്ല എന്ന് പറയാമെങ്കിലും ചിലപ്പോഴൊക്കെ ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറാവും. കാരണം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ BJPയോട് ചേർന്ന് DMKക്ക് ദ്രാവിഡ രാഷ്ട്രീയം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് ADMK പൂർണ്ണമായി പിരിച്ചുവിടലിൻ്റെ വക്കിൽ നിൽക്കുന്നു, AIADMK. പക്ഷേ DMK ഇപ്പോഴും കേഡർ സംവിധാനമായി നിൽക്കുന്നു. അവരിൽ നിന്ന് പോലും ആളുകളെ പരമാവധി BJP പക്ഷത്തേക്ക് ആകർഷിക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിന്നുകൊണ്ട് BJPയെ സഹായിക്കുകയോ ചെയ്യാനാവുമോ എന്ന ഫ്ലോർ മാനേജ്മെൻറ്റ് തന്ത്രങ്ങളിലാണ് BJP ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കക്ഷി വലിയ സാധ്യത ഇപ്പോൾ കാണുന്നു. ഇന്ത്യ മുന്നണിയിലെ 2ാമത്തെ വലിയ കക്ഷിയാണ്, അത് സമാജ്വാദി പാർട്ടിയാണ്. 36 ലോക്സഭാ അംഗങ്ങളുള്ള
സമാജ്വാദി പാർട്ടി, ഉത്തർപ്രദേശിലെ ശക്തമായ കക്ഷി. അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, മുലായം സിംഗ് യാദവ് സൃഷ്ടിച്ച ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലം കൂടിയുള്ള യാദവ വോട്ടുകളെയും മുസ്ലിം വോട്ടുകളെയും മറ്റ് ചില പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരീക്ഷണം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഉത്തർപ്രദേശിൽ. രാമക്ഷേത്രത്തിൽ മനം മടുത്ത വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം BJPക്കെതിരെയോ നിലവിലുള്ള യോഗി ഗവൺമെൻറ്റിനെതിരെയോ തിരിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് വലിയ മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ട്. മേൽക്കൈ എന്ന് പറയുന്നത് ഒരു തേരോട്ടം എന്ന രീതിയിലല്ല. ഈ വിഷയം മാനേജ് ചെയ്യാൻ യോഗി ആദിത്യനാഥിനും നരേന്ദ്രമോദിക്കും കഴിഞ്ഞില്ല എങ്കിൽ കൈവിട്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ നേരെയാണ് BJPയുടെ കണ്ണുകൾ. അവിടെ 36 MP-മാർ, അതിലെ 30 പേരെ മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞാൽ കൃത്യമായ 360 എന്ന ലോക്സഭയിലെ 3/2 ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കാൻ BJP കഴിയും എന്ന് ചിന്തിച്ച ഇടത്താണ് അപ്രതീക്ഷിതമായി രാമക്ഷേത്രത്തിലെ വിഷയം പൊന്തി വരുന്നത്. ആ വിഷയം സമാജ്വാദി പാർട്ടിക്ക് ഒരു പുതുജീവൻ നൽകി. കോൺഗ്രസ് ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി തലപ്പത്തിപ്പോൾ ഇല്ല എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ, പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചെങ്കിൽ മാത്രമല്ലേ ഈ പോരാട്ടത്തിന് നെടുനായകത്വം വഹിച്ച് മുന്നിൽ നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ വേണുഗോപാലിനെ നിർത്തിയാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പെയിൽ ഷാഡോ മാത്രമല്ലേ വേണുഗോപാൽ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാറ്, രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ വാഹനം ഇപ്പോൾ വേണുഗോപാൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ, KC വേണുഗോപാൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ AICCയുടെ പ്രോപ്പർട്ടിയായി AICC ജനറൽ സെക്രട്ടറിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റിക്കൊടുത്തു. അതേക്കുറിച്ച് മാധ്യമവാർത്തകളുണ്ടായിരുന്നു. കാറല്ലേ മാറാനാവൂ, പ്രതിപക്ഷ നേതൃസ്ഥാനം മാറിയിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി എന്ന ബ്രാൻഡ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് പകരമായി കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ്, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എത്ര സമുന്നതനായ നേതാവാണെങ്കിലും പ്രസ്താവന നടത്തിയാൽ അതിന് അത്രത്തോളം റിസണൻസ് മാത്രമേ ലഭിക്കൂ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ചിതറി നിന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് യോജിക്കാനുള്ള പുതുജീവൻ, പുതുനാമ്പ് ഇതാവുമോ രാമക്ഷേത്രവും നീറ്റും വിഷയങ്ങൾ എന്ന ചിന്തയാണ്. അതിന് നല്ല സമയമാണ് വരാൻ പോകുന്നത്, പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. അതോ ഉള്ള പിന്തുണ പോലും സ്വന്തം പാർട്ടികളുടെ പോലും അടിത്തറ ഇളകുന്ന രീതിയിൽ, അസ്തിത്വം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയിലെ 4-5 കക്ഷികൾ എത്തിച്ചേരുമോ? ഇത് രണ്ടിൽ ഒന്ന് സംഭവിക്കാം. ആദ്യം പറഞ്ഞതാണ് സംഭവിക്കുന്നതെങ്കിൽ BJPക്കെതിരെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ ഒരു വിഷയം, BJPയുടെ സാധ്യതകളെ തല്ലിക്കുഴിക്കുന്ന അത്രയും വലിയൊരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യമായ അഴിമതി ആരോപണങ്ങളൊന്നും BJPയുടെ മന്ത്രിമാരെക്കുറിച്ച് ഉണ്ടായിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ കഠിനമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര നയത്തിനെതിരെ, വിദേശ നയത്തിനെതിരെ, ധനകാര്യ നയത്തിനെതിരെ ഒക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അഴിമതിയുടെ കറ എപ്പോൾ പുരളുന്നുവോ, ക്ഷേത്രം അഴിമതിയാണ്, അത് അഴിമതി തന്നെയാണ്, അത് അറിഞ്ഞുകൊണ്ടുള്ള, അത് BJP നേരിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും BJPക്ക് മാറിപ്പോകാനൊക്കുമോ? രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ആ ചടങ്ങുകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അല്ലേ? അപ്പോൾ പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാണിക്ക നടവരവ്, ഇത് മുഴുവൻ സുതാര്യമായിരിക്കണം എന്ന് നിഷ്കർഷിക്കേണ്ട ചുമതലയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെയാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതീക്ഷയിലാണ്. യോഗി ആദിത്യനാഥ് ഒരു വഴി പോകുന്നു, നരേന്ദ്രമോദി മറ്റൊരു വഴി പോകുന്നു എന്ന ചിന്ത ഒരു വലിയ മോഹമായി കോൺഗ്രസ് പാർട്ടിയുടെ മുകളിലുണ്ട്. കാരണം ഇവരൊക്കെ തമ്മിലുള്ള ഇരിപ്പ് വശം, ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റപ്ചേഴ്സ്, ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഒരുപക്ഷെ യോഗിക്ക് പറയാൻ സാധിക്കും SITയെ നിയമിച്ച് അന്വേഷണത്തിലേക്ക് നീങ്ങിയത് യോഗി തന്നെയാണ്. എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല, എൻ്റെ കരങ്ങൾ സംശുദ്ധമാണ്. ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശ് ഒരു രീതിയിലും ഇതിൽ ഇടപെട്ടിട്ടില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ട്രസ്റ്റ് അല്ല, ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാനാവില്ല എന്ന രീതിയിൽ യോഗി കൈ കഴുകി മാറി നിൽക്കുമ്പോൾ, വേണ്ടി വന്നാൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനവും SIT അന്വേഷണങ്ങളും എല്ലാം തന്നെ യോഗിയുടെ നേതൃത്വത്തിൽ അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടി നീങ്ങുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലാകുന്നത് ചമ്പത് റായും വിശ്വ ഹിന്ദു പരിഷത്തും അതിലൂടെ BJP നേതാക്കളുമാണോ, കേന്ദ്രത്തിലെ നേതാക്കളാണോ? സംശയമാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ഇതേ ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ
ഒരുപക്ഷെ ഉത്തർപ്രദേശ് എന്ന ഒരു കടമ്പ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് കടക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ അത് വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ബീഹാറിൽ ഇതുപോലെ തന്നെ ഒരു ഫലം തന്നെ ആയിരിക്കാം ഇപ്പോഴത്തെ നിലയിൽ. പക്ഷെ ഈ വിഷയം കാതലുള്ള വിഷയമാണ്, ആവിയായി പോവേണ്ട വിഷയമല്ല. ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്, പണം അടിച്ചും മാറ്റിയിട്ടുണ്ട്, കൃത്യമാണത്. അതാരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിലെ പേരുകൾ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലി കൊടുത്തുകൊണ്ട് വൻപൻ സ്രാവുകൾ, ചമ്പത്രായി ഉൾപ്പെടെയുള്ള വൻപൻ സ്രാവുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നീക്കുപോക്കുണ്ടായി കഴിഞ്ഞാൽ പല പ്രമാദമായ വിഷയങ്ങളിലും സംഭവിച്ചതുപോലെയുള്ള ഒരു സ്കെയിലിംഗ് ഡൗൺ ഇതിലും സംഭവിക്കുമോ? ആ രീതിയിൽ ഘടനകളെ ഒരുക്കാൻ BJP കഴിയും എന്നുകൂടി ഓർക്കണം. കോടതി സംവിധാനം, അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒക്കെ തന്നെ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഒരു സ്വാധീന വലയത്തിലാകുന്ന സ്ഥിതിക്ക് ഇതൊക്കെ മൂടി വെക്കാനും കുറേയൊക്കെ സാധിക്കും. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണി എന്ന ഒന്ന് ഉണ്ട് എങ്കിൽ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ എവിടെ DMK, എവിടെ ആം ആദ്മി പാർട്ടി, എവിടെ തൃണമൂൽ കോൺഗ്രസ്? മിന്നിയും മറിഞ്ഞും അവരിങ്ങനെ വന്നു. ഒരു നിമിഷം മമത എല്ലാവരും കൈവിട്ടപ്പോൾ സോണിയാഗാന്ധിയെ ആലിംഗനം ചെയ്യുന്ന മമതാ ബാനർജി. അപ്പോൾ ഇതൊക്കെ എന്ത് കൊഹീഷൻ, എന്ത് സന്ദേശമാണ് നൽകുന്നത്? കെട്ടുറപ്പില്ലാത്ത ഒരു സംവിധാനമായി പാർലമെൻറ്റിനുള്ളിൽ നിന്നാൽ എങ്ങനെയാണ് BJP എന്ന ആകാശത്തെ തടഞ്ഞു നിർത്താൻ കഴിയുക എന്ന ചോദ്യം ഉണ്ട്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും 20-ാം തീയതി തുടങ്ങുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിലേക്ക് നീങ്ങുന്നു. നമസ്കാരം.